നമസ്കാരം. ചില നുണ കമന്റുകളുണ്ട്. അതായത് കോൺഗ്രസ്സുകാർ കുറെ പേരെ വാടകയ്ക്കെടുത്ത് അല്ലെങ്കിൽ സംഘപരിവാറുകാരും ഒപ്പം തന്നെ ലീഗന്മാരെല്ലാം കൂടി ചേർന്ന് അവരുടെ സൈബർ വിങ്ങിലിരുത്തി ഏത് പോസ്റ്റിന്റെ താഴെയും നുണ കമന്റുകൾ ഇടാറുണ്ട്. ആ നുണ കമന്റുകളുടെ യാഥാർത്ഥ്യങ്ങൾ കൂടി ജനങ്ങളോട് നമ്മൾ സംവദിക്കേണ്ടതുണ്ട്. കാര്യം നുണക്കോട്ടകൾ പൊളിച്ചാലല്ലേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഒരാളെങ്കിലും വായിച്ച് തെറ്റിദ്ധരിച്ചാൽ അതിലൂടെ ഞങ്ങൾ സംതൃപ്തരാണ്. അതുകൊണ്ട് ഗീബൽസിൻ തന്ത്രം പോലെ നുണകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനാണ് ഒരു 916 നുണയനായിട്ടുള്ള ഷാജി SS ഫേക്ക് ഐഡിയ ആണെന്നാണ് തോന്നുന്നത്. പുള്ളിയുടെ ഒരു കമന്റ് ആണ്. നമ്പർ 1 ആരോഗ്യ കേരളത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഡേറ്റ് സമയവും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ്. എന്താണ് ഏഷ്യാനെറ്റിൽ ആ നടുക്കുന്ന ദൃശ്യങ്ങൾ എന്ന് നോക്കിയത് വളരെ സങ്കടകരമായിട്ടുള്ള ദൃശ്യമാണ്. ദേ നോക്കൂ, പാറശാല സർക്കാർ ആശുപത്രിയിൽ ചികിത്സ കിട്ടാത്തതിന്റെ പേരിൽ യുവാവ് മരിച്ചു എന്നുള്ളതാണ്. ശ്വാസതടസ്സം നേരിട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ചെല്ലുമ്പോഴാണ് നമ്പർ 1 ആരോഗ്യ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. നിങ്ങൾ ആ ദൃശ്യം ഒന്ന് നോക്കിയേ. ആ ദൃശ്യത്തിൽ ആശുപത്രിയിലേക്ക് ഒരു സ്ത്രീയും പുരുഷനും കൂടി വരുന്നുണ്ട്. ആ വരുന്നിടത്ത് അവർ OP കൗണ്ടറിലേക്കാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ എന്ത് പറഞ്ഞു എന്ന് നമ്മൾ കേട്ടിട്ടില്ല. ഇതിനിടയിൽ ആ ശ്വാസ തടസ്സം നേരിടുന്ന വ്യക്തിയുടെ വല്ലാത്ത വെപ്രാളം നമുക്ക് കാണാൻ പറ്റും. വളരെ ദയനീയമായ കാഴ്ചയാണ്. കാര്യം ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം ശ്വാസ തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് പറയേണ്ട കാര്യമില്ല. അത്തരത്തിൽ ആ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട്, അതുണ്ടാക്കുന്ന വെപ്രാളം, അത് സ്വാഭാവികമായിട്ടൊരു ആശുപത്രിയിൽ എത്തുമ്പോൾ അവിടെ നിന്ന് ചികിത്സ കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരും ഓടി വരാറുള്ളത്. പിന്നീട് അവിടെ ജീവനക്കാർ എന്ത് പറഞ്ഞു എന്നതിനെ കുറിച്ച് അറിയില്ല. DMOയ്ക്ക് പരാതി കൊടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നമ്മൾ പറയേണ്ടത് ഉടനടി ആരോഗ്യ കേരളത്തെ അങ്ങ് അധിക്ഷേപിക്കുകയാണ്. ആരോഗ്യ കേരളം മുഴുവൻ ഇങ്ങനെയാണെന്ന്. അവിടെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഈ കമന്റ് ഇട്ട വ്യക്തികളെ പോലെ തന്നെ മനോഭാവമുള്ള പല ജീവനക്കാരുമുണ്ട്. ഇപ്പോൾ പാറശാല സർക്കാർ ആശുപത്രിയിൽ ഇതുപോലെ ജോലിയിൽ അലംഭാവം കാണിക്കുന്ന ജീവനക്കാർ ഒരു സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും കൂടുതൽ പേരുദോഷം ഉണ്ടാക്കുന്നതാണ്. സംവിധാനങ്ങളെ നന്നാക്കി കൊണ്ടുവരാനായിട്ട് എഫേർട്ട് എടുക്കാൻ പറ്റും. പക്ഷേ ഒരു ജീവനക്കാരന് പകരക്കാരനായി പ്രവർത്തിക്കാനായിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ വ്യക്തിക്ക് കഴിയും? ഇല്ലല്ലോ. അവർക്ക് ഡ്യൂട്ടി അസൈൻ ചെയ്യാം, പൊതുജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ പൂർവ്വമുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുക്കാം, സൗകര്യങ്ങൾ എത്തിക്കാം. ഇതെല്ലാം ഒരു സർക്കാർ സംവിധാനത്തിന് ചെയ്യാൻ പറ്റും. PSC പരീക്ഷ എഴുതി ജോലിക്ക് പ്രവേശിക്കുന്നവർ അവനെ സർക്കാർ നിയമിക്കുന്നതാണോ? PSC വഴി പരീക്ഷ എഴുതിയതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് കിട്ടുന്ന ജോലി, ആ ജോലിയിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ അയാൾ കൃത്യമായിട്ട് ജോലി ചെയ്യാത്തത്, അത് ഈ ആരോഗ്യ മേഖലയിൽ മാത്രമല്ല, റവന്യൂ മേഖലയിൽ എടുത്താലും അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ, പോലീസ് സംവിധാനങ്ങൾ എവിടെ എടുത്താലും ഇതുപോലെ കടന്നു വരുന്ന പലർക്കും അവരുടെ ഉള്ളിൽ ചില രാഷ്ട്രീയങ്ങളുണ്ട്. അതായത് ഈ വരുന്നവർക്ക് അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ വേണ്ടി അല്ല എന്ന മനോഭാവത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ, ഈ ഉദ്യോഗസ്ഥരാണ് പലപ്പോഴും സർക്കാരിന് പഴിയുണ്ടാക്കുന്നത്. ഇവരുടെ ഉള്ളിൽ രാഷ്ട്രീയം കാണും. അല്ലെങ്കിൽ ഇവർ കോൺഗ്രസ്സുകാരെ പോലെ മനസാക്ഷി ഇല്ലാത്തവരായിരിക്കും. കാര്യം ഈ വയനാട് ഫണ്ട് സങ്കടപ്പെട്ടിരിക്കുന്ന മനുഷ്യർ അല്ലെങ്കിൽ ജീവിതം ചിതറിപ്പോയ മനുഷ്യരുടെ പേരിൽ പിരിവെടുത്തിട്ട് എന്താണ് കോൺഗ്രസ്സുകാർ കാണിച്ച മനസാക്ഷിയില്ലായ്മ? ആ കണ്ണീർ പൈസ എടുത്ത് വീട് വെച്ച് കൊടുക്കാതെ ആ പണം എടുത്തിട്ട് ഗർഭചിത്രത്തിനും 5 സ്റ്റാർ ഇടങ്ങളിൽ പോയി ലൈംഗിക ദാരിദ്ര്യം തീർക്കാൻ പോയ കഥ നമ്മൾ കേട്ടില്ലേ? അതും ഇതേ മനോഭാവമുള്ളവരാണ്. ഇതേ മനോഭാവമുള്ള ഉദ്യോഗസ്ഥർ ചില ഇടങ്ങളിൽ ഇരുന്നതിന് ശേഷം അവർ നൈറ്റ് ഡ്യൂട്ടിയിലാണ്. ഈ നൈറ്റ് ഡ്യൂട്ടി സമയത്ത് സർക്കാർ സംവിധാനങ്ങളെല്ലാം ശക്തിപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ട് ഈ സാധാരണക്കാർ കടന്നു വരുമ്പോൾ അവന് പ്രിവിലേജ് കുറവായതുകൊണ്ട് അവരോട് ഇവിടെ ചികിത്സ കിട്ടില്ല എന്ന് ചിലർ പറഞ്ഞാൽ ആ പറയുന്നവരെ സംഭവം ഉണ്ടായതിനു ശേഷം നടപടിയെടുക്കാം. അതുവരെ അവനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കൃത്യമായി അവിടെ വരുന്ന രോഗികളെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞിട്ടും ഈ രാഷ്ട്രീയ മനോഭാവമുള്ളവർ ഇങ്ങനെയൊക്കെ മതി, ഇവിടെ ഒന്നും നന്നാവേണ്ട കാര്യമില്ല, ഇങ്ങനെ പരീക്ഷ എഴുതി ഒരുത്തൻ കയറി ഒരു കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവനൊരു വീഴ്ച വരുത്തുമ്പോൾ മാത്രമേ അവനെതിരെ നടപടിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവൻ വീഴ്ച വരുത്തുന്നുണ്ടെന്ന് അവിടുത്തെ ഏറ്റവും ഉന്നത അധികാരി പരാതി കൊടുക്കേണ്ടതുണ്ട്. ആ സന്ദർഭത്തിൽ ഇടപെടാം. അതിനപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഓരോ ഇടത്തും ഉണ്ടാകുന്നത് അതൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യുകയാണ്. ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ പറഞ്ഞിട്ട് അവൻ അവിടെ വരുന്ന ഒരാളെ കയ്യേറ്റം ചെയ്യുക അല്ലെങ്കിൽ ക്രൂരമായി മർദ്ദിക്കുന്നത് രാഷ്ട്രീയക്കാർ പറഞ്ഞിട്ടാണോ? അല്ല. അത് ഇതുപോലുള്ള കോൺഗ്രസ് ലീഗ് മനോഭാവങ്ങൾ ഉള്ളവർ ഇതിനകത്തുണ്ട്. ഇവർ തന്നെ പറയാറുണ്ട് കേരളത്തിലെ പോലീസ് സേനയിൽ സംഘപരിവാർ വൽക്കരണമുണ്ടെന്ന്. അങ്ങനെ
ഈ മനോഭാവമുള്ളവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് സർക്കാരിന്റെ തലയിലേക്ക് പതിയെ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. എങ്ങനെ? കേരളത്തിന്റെ ആരോഗ്യ മേഖല തകർന്നു കിടന്ന ഇടങ്ങളിൽ നല്ല കെട്ടിടങ്ങൾ ഉണ്ടാക്കി, സൗകര്യങ്ങൾ ഉണ്ടാക്കി, അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങൾ കൊണ്ടുവന്നു. അത് ഒരു സർക്കാരിന്റെ നേട്ടം. അതിനെ തകർക്കാൻ വേണ്ടി കോൺഗ്രസ് അല്ലെങ്കിൽ ലീഗ്, സംഘപരിവാർ മനോഭാവമുള്ള ജീവനക്കാർ ഉണ്ടെങ്കിൽ അവരെ ഒരു ദിവസം കൊണ്ട് മാറ്റാൻ പറ്റുമോ? ഇല്ല. അവർ വരുത്തുന്ന വീഴ്ചയിൽ ശക്തമായ നടപടികളെടുത്താണ് ഇത്തരക്കാരെ അമർച്ച ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പാറശാല ഉണ്ടായിരിക്കുന്ന സംഭവം ഏതോ ഒരു മനുഷ്യപ്പറ്റില്ലാത്ത ഉദ്യോഗസ്ഥന്റെ വീഴ്ചയാണ് അതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനി അവിടെ അതിന് ചികിത്സ കൊടുക്കാനുള്ള സംവിധാനം ഇല്ലാഞ്ഞിട്ടാണോ? ശ്വാസതടസ്സം നേരിട്ട് വന്നാൽ പ്രാഥമികമായിട്ട് ഒരു ഇൻഹെയിലർ കൊടുത്താൽ മതിയാകും. അതായത് ആവി കൊടുത്തു കഴിഞ്ഞാൽ താൽക്കാലികമായ ഒരു ആശ്വാസം കിട്ടേണ്ടതാണ്. അതുപോലും എന്ത് ചെയ്തില്ല എന്ന് പറയുന്നത് അവിടെ പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ്. ആ ഉദ്യോഗസ്ഥരുടെ വീഴ്ച നേരെ ആരോഗ്യ മേഖലയുടെ തകർച്ചയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഈ നാടിന്റെ മുന്നോട്ട് പോക്കിനെ തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ഒരു വീഴ്ച അവിടെ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി എടുക്കേണ്ടതുണ്ട്. അവരെന്ന് സർവീസിൽ ഇരിക്കാൻ പാടില്ലാത്തത് തന്നെയാണ്. കാര്യം പൊതുജനങ്ങൾക്ക് വേണ്ടി ഓരോരോ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ അവിടെ ഇരിക്കുന്ന ജീവനക്കാർ കാട്ടുന്ന ഗുരുതരമായ അലംഭാവം, കൈക്കൂലി വാങ്ങൽ, ഇതെല്ലാം ആര് പറഞ്ഞിട്ടാണ് ഇവർ ചെയ്യുന്നത്? ഏതെങ്കിലും സർക്കാർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ? വരുന്ന രോഗിക്ക് അവിടെ ചികിത്സ കൊടുക്കരുതെന്ന്. ചെയ്യാത്തവന്റെ ഉള്ളിലെ മനോഭാവം അതൊരു തരം കോൺഗ്രസ് മനോഭാവമാണ്, സംഘപരിവാർ മനോഭാവമാണ്. ഇവനെ ഇന്ന് സഹായിക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ഇത്തരം ആൾക്കാർ നമ്മുടെ സർക്കാർ സർവീസിലെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ ഒരു വലിയ ന്യൂനപക്ഷമെങ്കിലും ഉണ്ട്. അവർ വരുത്തുന്ന വീഴ്ചയാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയായിക്കോട്ടെ മറ്റു മേഖലയായിക്കോട്ടെ അതിനെ ഇകഴ്ത്താൻ വേണ്ടി ഇവർ ഉപയോഗിക്കുന്നത്. ആ വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പാറശാല ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്ന സംഭവം ഒരു മനുഷ്യന് ശ്വാസതടസ്സം നേരിടുമ്പോൾ അവർക്ക് വേണ്ട പ്രാഥമികമായ ചികിത്സ കൊടുക്കാൻ അവിടെ ഉണ്ടായിരുന്നവർ വീഴ്ച വരുത്തിയെങ്കിൽ അത് ആരോഗ്യ കേരളത്തിന്റെ പ്രശ്നമല്ല. ആരോഗ്യ കേരളത്തിനകത്തേക്ക് കടന്നുകൂടിയ കോൺഗ്രസ്, സംഘപരിവാർ, ലീഗ് മനോഭാവങ്ങളുടെ പ്രശ്നമാണെന്ന് ആവർത്തിച്ച് തന്നെ ഈ സമൂഹത്തിന്റെ മുന്നിൽ പറയേണ്ടി വരും.